ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിന്റെ അട്ടിമറി നടന്നത് ADGP ഓഫീസിലാണ് എന്ന് വ്യക്തമാക്കുന്ന SIT റിപ്പോർട്ട് പുറത്ത്. കേസ് എഴുതി തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ADGP ഓഫീസിൽ വെച്ചാണ് എന്നാണ് കണ്ടെത്തൽ. കേസിൽ നരഹത്യാശ്രമം ചുമത്തിയത് തിടുക്കപ്പെട്ടോ യാന്ത്രികമായോ അല്ലെന്നും ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കുന്നു. അതേസമയം SIT ചോദ്യം ചെയ്യലിനോട് വൈകാരികമായാണ് പ്രതി ചേർക്കപ്പെട്ട ഗ്രേഡ് SIമാർ പ്രതികരിച്ചത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തകരെ രക്ഷിച്ചെടുത്തതിന്റെ കഥയാണ് SIT റിപ്പോർട്ടിലുള്ളത്. ഈ കേസ് എഴുതിത്തള്ളാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിൽ വെച്ചാണ് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിന്റെ അട്ടിമറി നടന്നിരിക്കുന്നതും അവിടെ വെച്ച് തന്നെ. ADGP MR അജിത് കുമാറിനായിരുന്നു ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നത്. അദ്ദേഹത്തിലേക്കായിരിക്കും ഇനി ഈ കേസിന്റെ തുടരന്വേഷണം പോകാനിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഇതിന് ആധാരമായി SIT ചൂണ്ടിക്കാണിക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയുടെ മൊഴിയും ADGP ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ മൊഴിയുമാണ്. അവർ കൃത്യമായും ഇതിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട 2 ദൃശ്യങ്ങളുടെ കാര്യത്തിലുള്ള വ്യക്തതയും SIT വരുത്തുന്നുണ്ട്. ഒന്ന്, പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ദൃശ്യം. അതിൽ ഈ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പകർന്നിരുന്നില്ല. അതിൻ്റെ കാരണവും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൻ്റെ ഏറ്റവും പുറകിലായിരുന്നു പോലീസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നത്. ഈ പോലീസിൻ്റെ ലാത്തിയടി നീണ്ടുനിന്നത് ഏതാണ്ട് 37 സെക്കൻഡ് സമയമാണ്. അതിനുശേഷമാണ് പോലീസ് ഫോട്ടോഗ്രാഫർ അവിടേക്ക് എത്തുന്നത്. ഇതാണ് ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമായി പിന്നീട് ഉപയോഗിച്ചത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ SIT അക്കമിട്ട് നിരത്തുകയാണ്. ഒപ്പം തന്നെ കോടതി ഉന്നയിച്ച വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഇതിലുണ്ട്. IPC 308 വകുപ്പ്, അതായത് നരഹത്യാശ്രമക്കുറ്റം പ്രതികൾക്ക് മേൽ ചുമത്തിയത് യാന്ത്രികമായോ തിടുക്കപ്പെട്ടോ അല്ല. കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് ചേർത്തത്. കോടതിയുടെ വിമർശനം ഈ പുതിയ വകുപ്പ് ചേർത്തത് നിയമപരമല്ല. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. അത് ജാമ്യം ഒഴിവാക്കാൻ വേണ്ടി തിടുക്കപ്പെട്ട് പുതിയ വകുപ്പ് ചേർത്തു എന്നതാണ്. ഒപ്പം തന്നെ കോടതി ഉന്നയിച്ചിരിക്കുന്ന മറ്റു വിമർശനങ്ങൾക്കും ഈ റിപ്പോർട്ട് അക്കമിട്ട് മറുപടി നൽകുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ADGP ഓഫീസിലെ 2 ഗ്രേഡ് SIമാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോൾ വികാരനിർഭരമായ ചില രംഗങ്ങളും SIT ഓഫീസിലുണ്ടായിരുന്നു. അവർ ചിലർ കരഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും മറുപടി നൽകിയത്. ഇനി ഈ കേസിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരാനിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ആ വിധിക്ക് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് SIT ആലോചിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.